ഭൂരിപക്ഷം ആളുകൾക്കും അവരുടെ ശരീരത്തിൽ രാത്രി എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല. നമ്മൾ ലൈറ്റ് ഓഫ് ആക്കി, ഫോൺ ഓഫ് ആക്കി, സ്ട്രെസ് ഒന്നും ഇല്ലാതെ ഉറങ്ങാണ്. പക്ഷേ ശരീരത്തിനകത്ത് വേറൊരു കഥയാണ് നടക്കുന്നത്. ഉറക്കം എന്ന് വെച്ചാൽ ശരീരം റിപ്പയർ ചെയ്യാനുള്ളൊരു അവസരമാണ്. പക്ഷേ നമ്മുടെ ഈ റിപ്പയർ നടക്കണമെങ്കിൽ ഒരാൾ വിചാരിക്കണം, അത് നമ്മുടെ BP ആണ്. സാധാരണഗതിയിൽ ഒരു വ്യക്തി ഉറങ്ങുകയാണെങ്കിൽ അയാളുടെ BP താനെ കുറയും. ഇതിന് ഡിപ്പിംഗ് എന്നാ പറയാം. ഡിപ്പ് ചെയ്യുക എന്ന് വെച്ചാൽ ഹാർട്ടും രക്തധമനികളൊക്കെ ഇങ്ങനെ റിലാക്സ് ചെയ്യുക. പക്ഷേ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഈ ഡിപ്പിംഗ് നടക്കാറില്ല. പകരം BP കൂടും. ആ അവസരത്തിലാണ് അവരുടെ രക്തധമനികൾ കേടുവരിക, ചിലർക്ക് ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും സംഭവിക്കുക. നമുക്കൊരു കാർ ഉണ്ടെന്ന് വിചാരിക്കാം. പകൽ സമയത്ത് അത് നമ്മൾ നന്നായിട്ട് ഉപയോഗിക്കും, ഓടിക്കും, എഞ്ചിൻ നന്നായിട്ട് വർക്ക് ചെയ്യും. രാത്രി അത് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് പാർക്കിങ്ങിന് ഇടാണ്. രാത്രി സമയത്ത് ആ എഞ്ചിൻ ഓഫാണ്, റിലാക്സ്ഡ് ആണ്. പകരം രാത്രി പാർക്കിംഗ് ഏരിയയിലും വണ്ടി എഞ്ചിൻ ഓൺ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിന് തേയ്മാനം വരും, കേടുകൾ സംഭവിക്കും. ഇതുപോലെയാണ് നമ്മുടെ ശരീരമാകുന്ന എഞ്ചിൻ രാത്രി സമയത്ത് BP ഡിപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ സംഭവിക്കാം. ഹൃദയമാംസപേശികൾ കട്ടി കൂടും, രക്തധമനികൾ സ്റ്റിഫ് ആവും, തലച്ചോറിലേക്കുള്ള രക്തധമനികൾ വീക്ക് ആവും. ഇനി നമുക്ക് നോക്കാം രാത്രി ഉറക്കത്തിൽ എന്തുകൊണ്ടാണ് ചിലരുടെ BP കുറയാത്തത് അല്ലെങ്കിൽ കൂടുന്നത്. ഇതിന്റെ പ്രധാന കാരണം ഇപ്പോഴത്തെ ജീവിതശൈലിയാണ്. കൂർക്കം വലിയൊരു പ്രധാന ഘടകമാണ്. അമിതവണ്ണവും ഷുഗറും ഉപ്പ് കൂടുതൽ കഴിക്കുന്നതും മദ്യപാനവും ടെൻഷനും രാത്രി കൂടുതൽ നേരം ഫോണുകൾ ഉപയോഗിക്കുന്നതും എല്ലാം ഇതിന്റെ കാരണങ്ങളാണ്. ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയോ? നമ്മളെല്ലാവരും BP നോക്കുക പകൽ സമയത്തായിരിക്കും. കൂടുതലും ഡോക്ടറുടെ അടുത്ത് പോകുമ്പോൾ അതല്ലെങ്കിൽ വീട്ടിൽ നിന്ന് നോക്കുന്നവർക്കുണ്ട്. ഉറക്കത്തിൽ ആരെങ്കിലും BP നോക്കൂ? ഇല്ല. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം തിരിച്ചറിയപ്പെടാതെ പോവാണ്. ഡോക്ടർമാർ പോലും കണ്ടുപിടിക്കില്ല. അങ്ങനെയെങ്കിൽ ഇത് കണ്ടെത്താൻ എന്താ മാർഗം? ഒരു മാർഗമുണ്ട്. അതാണ് 24 hour ആംബുലേറ്ററി BP മോണിറ്ററിംഗ്, ABPM. ABPM എന്ന് വെച്ചാൽ BP നോക്കുന്ന ഒരു CCTV ക്യാമറ പോലെയാണ്. ഈ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഫുൾ ടൈം അത് BP അളന്നുകൊണ്ടേയിരിക്കും. ഇനി ഈ രാത്രിയിലെ BP കൂടുന്ന പ്രശ്നത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം? ഏറ്റവും പ്രധാനം കൂർക്കവലിയുള്ളവർ എങ്ങനെയെങ്കിലും അത് ചികിത്സിച്ച് മാറ്റുക എന്നുള്ളതാണ്. അതുപോലെ രാത്രി വയറ് നിറച്ച് കഴിക്കാൻ പാടില്ല. രാത്രി മദ്യപാനം ഒഴിവാക്കുക. BPക്ക് മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ അതിന്റെ ഡോസിലും ടൈമിങ്ങിലും ചിലപ്പോൾ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. BP ഗുളിക ചിലപ്പോൾ രാത്രിയിലേക്ക് മാറ്റേണ്ടി വരും. ടെൻഷൻ കുറക്കുക, രാത്രി ഫോണിന്റെ ഉപയോഗം കുറക്കുക. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് BP കൂടുതലാണെങ്കിൽ അതല്ലെങ്കിൽ നിങ്ങൾക്ക് കൂർക്കം വലി ഉണ്ടെങ്കിൽ ഡോക്ടറോട് പറഞ്ഞിട്ട് രാത്രി BP നോക്കുന്ന ഒരു ABPM ചെയ്യുന്നത് നന്നായിരിക്കും.